നോർമലി ഒരു പബ്ലിക് റെസ്പോൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആളുകൾ പറയുന്ന പഴയ അല്ലു അർജുൻ പടങ്ങളിലെ കാണുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടി അങ്ങനത്തെ ഒരു ചേട്ടൻ്റെ ലുക്കും ഏകദേശം അതേപോലെ ഒരു നമ്മുടെ തെലുങ്ക് പടങ്ങൾ വരുന്ന വില്ലന്മാരെപ്പെട്ട സെയിം ആ ലുക്കിൽ വരും. ശരിക്കും അങ്ങനെ തന്നെ ഒരു മാസ് വില്ലൻ അല്ലെങ്കിൽ ഒരു കോമഡി അല്ല അങ്ങനത്തെ ഒരു കഥാപാത്രമാണോ? ഇയാൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗുണ്ടയാണ്, അതുകൊണ്ടാണ് പ്രൈമറിലി അങ്ങനത്തെ ഒരു ലുക്കിലേക്കൊക്കെ എത്തിയത്. ഓൾമോസ്റ്റ് ജിത്തുവിന് പറഞ്ഞ ജിത്തു കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അല്ല, അങ്ങനെ വേറൊരു പടം പോലെ അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ്, അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആരും അഴിച്ചു വിട്ടിട്ടില്ല. ആദ്യമായിട്ട് ഒരു കൊമേഴ്ഷ്യൽ പടം, ഒരു ഔട്ട്ഡോർ കൊമേഴ്ഷ്യൽ പടം ചെയ്യുകയാണ്. അപ്പോൾ ഒരു ആക്ടിങ് പ്രോസസ്സിൽ അതൊരു ഈസി ആയിരുന്നോ ടഫായിരുന്നോ മറ്റുള്ളവരിൽ നിന്ന്? ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക, കുറച്ച് ലൗഡാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അയാൾ കറക്റ്റ് മലയാളം അല്ല സംസാരിക്കുന്നത്. അങ്ങനത്തെ ഫുട്ടേജൊന്നും വരാത്തതുകൊണ്ടാണ്. കന്നഡയും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഇക്കാരുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? കാര്യമൊന്നുമില്ല, പോലുമില്ല. ഇതൊക്കെ ചെയ്താലേ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നി. പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ട്.